ഈ ഇരിക്കുന്ന രണ്ട് പേരും ചിരിച്ചോണ്ടിരിക്കുന്ന ബിക്കോസ് ഇന്ന് ഞാൻ ഇവര് രണ്ടുപേരും നിർബന്ധിച്ചിരുത്തി ഒരു ഹൂ നോസ് മീ ബെറ്റർ സെഷൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കുറച്ച് നാളായിട്ട് നമ്മൾ കുക്കിംഗ് വീഡിയോസ് മാത്രമാണ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണിച്ചിട്ടില്ല. അപ്പൊ അത് കാരണം മിണ്ടാണ്ടിരിക്കാൻ കണ്ടോ, ഇത് ഭയങ്കര ഭയങ്കര ഡിസ്ട്രപ്റ്റ് ചെയ്യണ പോലത്തെ ഒരു എൻവയോൺമെന്റ് ആണ്. എന്നെ വേസ്റ്റ് പിടിച്ച് ഞാൻ എത്തിയിട്ടുണ്ട് രണ്ടുപേരും. ഇതെന്റെ സ്വന്തം കെട്ടിയോൻ, ഇതെന്റെ അമ്മ. അപ്പൊ ഞാനിത് ഇല്ല വല്ലവരും കെട്ടിയോണ്ടാൻ പറ്റില്ല. ഇത് ഹൂ നോസ് മീ സെഷൻ ആണ്. അപ്പൊ ഞാൻ എന്നെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. 20 ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടുപേരും ആൻസർ എഴുതും. നമ്മൾ എന്നിട്ട് പോയിന്റ് ഇടും. ലാസ്റ്റ് ആരാണ് ഫുഡ് ഹൂ നോസ് മീ ബെറ്റർ എന്ന് നമ്മൾ കണ്ടുപിടിക്കും. കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പൊ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാ? നമുക്ക് ഭയങ്കര രണ്ടുപേർക്ക് അറിയാവുന്ന ഈസി ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇയർ എഴുതണമെന്നില്ല കേട്ടോ, എനിക്കറിയാം. ഐഡിയ ഓക്കെ. എന്താ എഴുതിയേക്കണേ? 23/11/1995. യെസ്, രണ്ടുപേർക്കും ഓരോ പോയിന്റ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇനി അടുത്തത് എന്റെ മലയാളം ഡേറ്റ് ഓഫ് ബർത്ത്. അത് മാസവും നാളും എഴുതണം. ഇങ്ങനെയാണ് ഒരാൾക്ക് അറിയണ കാര്യം മറ്റേ അറിയണമെന്നില്ല. എഴുതിയോ? ഇത് എഴുതിയേക്കണേ. വൃശ്ചികം അനിഴം. അടുത്തത് എന്റെ ഫേവറേറ്റ് കളർ. ഈ വീഡിയോ എടുത്ത് തരുന്നത് അച്ഛനാണ് കേട്ടോ, പാവം. ചിരിക്കുന്നുണ്ട് പള്ളി. ഫോൺ പിടിച്ചോണ്ടിരിക്കണ ഉറക്കം ചിരിക്കാൻ പറ്റണില്ല അച്ഛന്. എന്താ എഴുതിയേക്കണേ? ബ്ലാക്ക്. അതൊക്കെ അറിയായിരുന്നു എന്റെ ഫേവറേറ്റ് കളർ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം ഒരു നീല വേണമെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ ഫുഡ് എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം ആണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. ഭയങ്കര കഥ ചെമ്മീൻ. ചിക്കൻ ബിരിയാണി. എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കൻ ബിരിയാണി. അമ്മ സദ്യ എഴുതിയതെങ്കിലും ഞാൻ ചിലപ്പോ അമ്മയ്ക്ക് മാർക്ക് തന്നെ. ചെമ്മീൻ കൊതിയുണ്ട് ഇവിടെ മര്യാദക്ക് കിട്ടാത്ത കാരണം. ഭയങ്കര കൊതിയാണ്. പക്ഷെ ഏറ്റവും ഇഷ്ടം ചിക്കൻ ബിരിയാണി. എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനം അമ്മയ്ക്ക് കിട്ടുന്നതാണല്ലോ. ഏറ്റവും മാർക്ക് തരാം. ഏതെങ്കിലും അടുത്ത് എത്തി. ഉണ്ടല്ലോ. അതെ അതെ. എന്താ എഴുതേക്കണേ? മോത്ത്. മോളുടെ പാറ്റ് എഴുതി വെട്ടി മോത്തൊക്കെ. എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനങ്ങളിൽ ഒന്നാണ്. പാറ്റ് എഴുതിയാൽ ഞാൻ മാർക്ക് കൊടുത്തേനെ. മോത്തും പാറ്റ് പേടിയുള്ള സാധനങ്ങളുണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? സ്വന്തം പേര് എഴുതപ്പെട്ടാ. ഞാൻ ഫ്രണ്ട്സ് ഇല്ലാത്ത എല്ലാരും ഫ്രണ്ട്സ് അല്ലേ? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? അമ്മയ്ക്ക് അമ്മ ഇത് എനിക്ക് തെറ്റിച്ചുണ്ടെങ്കിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ചാടി ചാമിക്കണം. വളരെ ഇതേക്കണ സുഖയില്ല. അമ്മേങ്ങ വേറെ വല്ല പേര് എഴുതിരുന്നെങ്കിൽ സ്വന്തം പേര് എഴുതിരുന്നു. അമ്മേങ്ങ വേറെ വല്ല പേര് എഴുതിരുന്നെങ്കിൽ അവൻ കുത്തിച്ചേർത്താനെ. 10th സ്റ്റാൻഡേർഡിൽ എന്റെ മാർക്ക് എത്രയായിരുന്നു? ഞങ്ങൾക്ക് CGPA ആയിരുന്നു. അത് എത്രയായിരുന്നു? അതെനിക്ക് ഓർമ്മയില്ലേ? അല്ല എന്നാലും ഏകദേശം ഏതാണ്ട് പെർസെന്റേജ്. അത് പറഞ്ഞാ മതി. 10ലായിരുന്നില്ലേ? അതിന്റെ ഒരു ഫുള്ളായിട്ട് ഇട്ട് വെക്കാലോ. 9.8. ഞാൻ വിചാരിച്ചത് അമ്മയ്ക്ക് കിട്ടും പോലെ കിട്ടില്ല. എന്റെ ഫേവറേറ്റ് കാർട്ടൂൺ എന്താ?
എന്റെ ഈ ക്യാമറയുടെ പുറകിൽ ഇരിക്കുന്ന അച്ഛൻ ആകെ അറിയുന്ന നിർത്തുന്നതായിരിക്കും. അച്ഛനറിയാം. അച്ഛൻ അറിഞ്ഞൂടെ അച്ഛാ എന്റെ ഫേവറേറ്റ് കാർട്ടൂൺ ഏതാന്ന്? അച്ഛനറിയാന്ന് എനിക്കറിയാലോ. അച്ഛൻ ആകെ അറിയാവുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം അതായിരിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇത്ര ക്വസ്റ്റ്യനുകളില് അപ്പൊ ആലോചിക്കുന്നത് ഇല്ലില്ല. ഫേവറേറ്റ് എന്താ ഓർക്കണില്ല. അച്ഛൻ ദുബായ് മുഴുവൻ പീക്കാച്ചു. എന്റെ ഫേവറേറ്റ് നമ്പർ ഞാൻ മാർക്ക് എടുക്കാം. 7 or 13 എഴുതിയിരുന്നെങ്കിൽ ഞാൻ മാർക്ക് എടുത്തേ. 13 പറ്റി നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, ഓർക്കണില്ലേ? 7 ആണ് ഏറ്റവും ഫേവറേറ്റ്. ബട്ട് 13 എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നമ്പറാണ്. ഞാൻ ആദ്യമായിട്ട് കണ്ടേക്കണ ഇംഗ്ലീഷ് സിനിമ. ഞാൻ അതിനെ പറ്റി രണ്ടുപേരോടും പറഞ്ഞിട്ട് വാളത്തിരുന്നാണ് കണ്ടത്. വാളത്തെ ടിവിയില് അനിമേറ്റഡ് മൂവിയാണ്. ഇതിനപ്പുറത്തേക്ക് വരാൻ പറ്റില്ല. അയ്യോ ആദ്യമായിട്ട് ഞാൻ കണ്ടില്ലേ. ചോദിച്ച ഉത്തരവൊന്നും പറഞ്ഞിട്ടില്ല. എന്താ എഴുതിയേക്കണേ? ഒന്നും എഴുതിയില്ല. ജുമാൻജി അല്ല, ആക്ച്വലി ലയൺ കിങ് ആണ്. അതൊക്കെ ഞങ്ങളുടെയൊക്കെ വയസ്സായ ഓർമ്മയൊക്കെ പോയി. ഇത് ഞാൻ രണ്ടുപേരോടും പക്ഷെ അമ്മയ്ക്ക് അത് അറിയാവുന്ന കാര്യം പലതവണ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. ആദ്യമായിട്ട് കണ്ടു അനിമാമന്റെ അവിടെ ഇരുന്നാണ് ജുമാൻജി കണ്ടത്. ഞാനും നന്ദു ഒക്കെ കൂടി. എനിക്കതല്ല ഇതൊക്കെ കണ്ടുപിടിച്ചേ പെട്ടെന്ന് ലയൺ കിങ്ങിനെ പറ്റി എന്താ ഞാൻ പറയണല്ലേ? പുമ്പ, ടീമോൺ, പുമ്പ, സിംബ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ആഹാരം. ഇല്ലില്ല, വെറുപ്പ് എന്ന് പറയുന്നത് സ്ട്രോങ് വേർഡ്. വെറുപ്പുള്ള ആഹാരം ഭയങ്കര കുറവാ. ഉപ്പുമാവ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് മാർക്ക് തരാം. മീനിനോട് എനിക്ക് വെറുപ്പില്ല, മുട്ടയോട് എനിക്ക് വെറുപ്പില്ല, ഞാൻ കഴിക്കില്ല എന്നുള്ളത്. ഉപ്പുമാവ് ഉപ്പുമാവ് എനിക്ക് ഞാൻ ബാക്ക് സ്റ്റോറി. ഞാൻ ട്രിവാൻഡ്രത്ത് ഹോസ്റ്റലായിരുന്നു. ഞാൻ പട്ടിണി കിടന്നിരുന്ന ഒരേ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഉപ്പുമാവ് ഉള്ള ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുകയില്ലായിരുന്നു. ഇഡലി ഇല്ല, ഇഡലി ഉള്ള ദിവസം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കായിരുന്നു. പക്ഷെ ഉപ്പുമാവ് ഐ വുഡ് പ്രിഫർ ബീയിങ് വിത്തൗട്ട് ഫുഡ്. ഇഡലി കണ്ടുപിടിച്ചവരെ ഇരുത്തി വിളിച്ച അവിടെ നിന്നൊക്കെ പറയായിരുന്നു. പക്ഷെ ഉപ്പുമാവിനോടുള്ളൊരു അവജ്ഞ അതൊരു വേറെ തന്നെ ലെവലാ. എനിക്ക് ഡ്രൈവേഴ്സ് ലൈസൻസ് കിട്ടിയ വർഷം ഏത് പ്രായത്തിലാണ് ഞാൻ ലൈസൻസ് എടുക്കാൻ എഴുതിയാലും മതി. ആലോചിക്കമ്മേ. എഴുതിയാ 23 വയസ്സോ? അല്ല, 23 വയസ്സ് ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ. പിന്നെ അല്ല അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നില്ലേ? 2016 ഫസ്റ്റ് അദ്വൈ. 2015 രണ്ടുപേർക്കും മാർക്കില്ല. 2015 എനിക്കോ പറയണ്ട. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള TV സീരീസ് ഫ്രണ്ട്സ് അല്ല, ബിഗ് ബാൻ തിയറിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീരീസ്. അത് സിറ്റ്കോം ആണ് ആക്ച്വലി. രണ്ട് അമ്മ മാർക്കില്ല. ഗെയിം ഓഫ് ത്രോൺസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടൻ. എനിക്കത് കേൾക്കണത് ഇഷ്ടമെന്ന് പറയല്ലേ. ആകെ 4-3 കാണുള്ളൂ. ഇത് സിറ്റ്കോമിന്റെ ഫാന്.
ആരാ? ടോവിനോട് ചോദിച്ചത്. നിങ്ങൾ രണ്ടുപേരും എന്താ ടൊവിനോ? എനിക്ക് ടൊവിനോനെ ഭയങ്കര ഇഷ്ടം. അതല്ലേ ചോദിക്കണേ? അതല്ലേ ചോദിക്കണേ? ഫേവറേറ്റ് ഫാഫയാണ്. അതെ അതെ. ഞാൻ ഫേവറേറ്റ് എന്നല്ല പറഞ്ഞേ, ഫേവറേറ്റ് ആക്ടർ എന്നാണ് ഞാൻ പറഞ്ഞത്. അതെ ഞാൻ അവിടെ പറഞ്ഞു മോഹൻലാലിന് ഭയങ്കര ഫേവറേറ്റ് ഉണ്ട്. അതെ മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുറച്ച് ഏറ്റവും പേരുടെ favorite- ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞിങ്ങനെ ഇല്ല, പറയാം. ഫാഫയാണ് ഗൈസ്. ഫേവറേറ്റ് ആക്ട്രസ് ആരാ? പ്രിയങ്ക ചോപ്രയാണ്. ഇല്ലാത്ത ഭാഗ്യം കുഴപ്പമില്ല. എന്റെ ഡ്രീം വെക്കേഷൻ കുഞ്ഞിലെ പോലെ എപ്പോഴും ഞാൻ പറയുന്ന സ്ഥലം എനിക്ക് ഇവിടെ പോണം ഇവിടെ പോണം ഇവിടെ പോണം. എനിക്ക് പറ്റില്ലെങ്കിൽ എന്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ പോകുന്നൊക്കെ പറഞ്ഞ സ്ഥലം. കുഞ്ഞിലെ തൊട്ടൊക്കെയുള്ള ആഗ്രഹം പറഞ്ഞ് ഇപ്പൊ അതുകൊണ്ട് ഉത്തരം കിട്ടില്ലായിരുന്നു. എന്തെങ്കിലും ഒന്ന് എഴുതോ രണ്ടുപേരും കുന്തം. ഞാൻ ഏറ്റവും ദേഷ്യമുള്ള സ്ഥലം അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടോ? അതെങ്കിലും ആ ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ല, പക്ഷെ കുഴപ്പമില്ല. അത് ഞാൻ അതേ ഉത്തരം. അപ്പൊ ആൾക്കാർക്ക് അതെങ്കിലും മനസ്സിലായിക്കോളൂ. ഹിമാലയ തന്നെയല്ലേ എന്താണ്? വിടാതെയൊക്കെ ഏതാണ്ട് ടിബറ്റോ അങ്ങനെയുള്ള സ്ഥലമാണ്. അപ്പൊ ഏത് ഗോവ ഗോവ. ഏറ്റവും പോവാൻ ഇഷ്ടമില്ലാത്ത സ്ഥലം എനിക്ക് ഡിസ്നി ലാൻഡിനെ പറ്റി ഞാൻ നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അയ്യോ അത് കഴിഞ്ഞ ദിവസം കൂടി അനുവിനോട് സംസാരിച്ചു. അനു സിംഗപ്പൂർ പോകാൻ ഭയങ്കര ആഗ്രഹം. എനിക്ക് ഡിസ്നി ലാൻഡ് പോലെയെന്ന് എന്നോട് പറഞ്ഞു. അമ്മ അമ്മയോട് ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ള ഡിസ്നിലാൻഡ് ആരും ഓർമ്മ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഫ്രൂട്ട്, ഐ മീൻ ഇഷ്ടമില്ലാത്തല്ല, എനിക്ക് ഏറ്റവും കുറവ് ഇഷ്ടമുള്ള ഫ്രൂട്ട് അതെ എന്റെ അറിവില് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാ ഏറ്റവും ദേഷ്യമുള്ള വസ്തു ഏതാ? ഏത്തപ്പഴം. ഓറഞ്ച് ഇന്നേ വരെ കഴിച്ച് ഞാൻ കണ്ടിട്ടില്ല. അല്ല അത് ഇഷ്ടാണ്, ഭയങ്കര അത് ഇഷ്ടാണ്. ഡോക്ടർ കഴിക്കരുതെന്ന് പറഞ്ഞു. അലർജി ആയതാണ്. കൈകൊണ്ട് വിടൂല. ഇപ്പൊ നിവർത്തികേടുകൊണ്ട് കഴിക്കണം. ഭാഗ്യത്തിന് അപ്പളേക്ക് ഏതാണ്ടോ വായു വിട്ടിന്നാണല്ലോ പറഞ്ഞു അത് നിർത്തി. ഗർഭമായപ്പോ എനിക്ക് ഒട്ടും പാടില്ല. ഗർഭമായപ്പോ പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. ഇങ്ങനെ തരാം. പയ്യെ സ്റ്റാർട്ട് ചെയ്യണ്ട. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന സബ്ജക്ട് ഭയങ്കര ഇഷ്ടം. അയ്യോ അമ്മയ്ക്ക് അതൊക്കെ വെച്ചിപ്പോയി. ഞാൻ അമ്മ ചായക്കറി I was very good at English. ഇംഗ്ലീഷിലേക്ക് ഫുൾ മാർക്ക് ആയിരുന്നു എന്നും. പക്ഷെ ഹിസ്റ്ററി പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നില്ലേ ഇടയ്ക്ക് ഓർക്കുന്നില്ല. ഹിസ്റ്ററി എടുത്ത് 10ാം ക്ലാസ്സിൽ ഞാൻ ഹിസ്റ്ററി എടുത്ത് പഠിക്കുന്നുണ്ടായിരുന്നു. അല്ല അത് പിന്നെയാണ് മാറിയത്. പിന്നെ ജലീലങ്കലിനൊക്കെ പരിചയപ്പെട്ടിരിക്കുന്ന മൈക്രോബയോളജിയെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. ഞാൻ എന്റെ സ്വന്തം കാശ് കൊണ്ട് ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് മേടിച്ച സാധനം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണ്ടിരിക്കുന്ന സാധനം ഇതാണ്. സ്വന്തം കാശ് കൊണ്ട് മേടിച്ച സാധനം, ആദ്യമായിട്ട് ജോലി ശമ്പളം കിട്ടിയപ്പോ മേടിച്ച സാധനം, ഇപ്പോഴും ഇരിപ്പുണ്ട് ആ സാധനം. ആ സാധനം ഈ വീട്ടിലുണ്ട് ഇപ്പൊ. അതിന് 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ സാധനം. ഒരു തവണ അത് പോയി എന്നാലും അത് പോയല്ലോ. ഇത്രയും വർഷമായെങ്കിൽ സ്വന്തം കാശോടെ ഞാൻ ആദ്യമായിട്ട് മേടിച്ച സാധനമാണ് ഞാൻ പറഞ്ഞിട്ട്. അഞ്ജുനെ കൊണ്ട് പോയ ഞാൻ മേടിച്ചത്. ഇതിൽ എഴുതിയ എന്റെ ബ്ലൂ ജാക്കറ്റ് കാണാനില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നോക്കണ്ട. സ്വന്തം കാശ് ചീത്ത
ഞാൻ ജോലിക്ക് കയറി അതിന് ഫസ്റ്റ് ജോയിൻ ചെയ്ത ഡേറ്റ് ജോലിക്ക് ഡേറ്റോ വർഷം ചിറ്റപ്പം മരിച്ച ഏത് വർഷമാണെങ്കിലും 6 വർഷം 6 വർഷം ആലോചിക്കരുത് അറിയോ ഡേറ്റ് അയച്ചേ ഡേറ്റ് അറിയോ ജനുവരി 7, 2019 6 രാത്രി 12 മണിക്കൊന്നും ഞാൻ കയറിയില്ല ജോലിക്ക്. എനിക്ക് 2018 19 ഓക്കെ, അപ്പൊ ടോട്ടൽ മാർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8 9 10 11 9 മാർക്ക് ബോളറ്റിന് 20-ല്. അതൊക്കെ അധികം ഓ മൈ ഗോഡ്, അമ്മയ്ക്ക് 1 2 3 4 5 6 7 8 9 10 അമ്മയ്ക്ക് 10 മാർക്ക്. അപ്പൊ നമ്മളുടെ ഈ വീഡിയോയിൽ അമ്മ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. 50% ക്വസ്റ്റ്യൻസ് അമ്മ ആൻസർ ചെയ്തു. Correct. അല്ല അമ്മ ജയിക്കാതെ പറ്റില്ലല്ലോ എന്തായാലും 10 കൊല്ലായി. അവൻ അത്രയെങ്കിലും പിടിയില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ബൈ.